ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച നിലയിൽ. സുഹൃത്തായ ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. ചേലക്കരയിൽ ബസ് സ്റ്റോപ്പിലേക്ക് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ചുകയറി. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. നോവായി നവോമി. വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായി അവയവങ്ങൾ ദാനം ചെയ്ത് വിടവാങ്ങുന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിനിയായ 23-കാരിക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കൂടപ്പുഴ തടയണയ്ക്ക് സമീപം 58-കാരൻ ഒഴുക്കിൽപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി സാഹസികമായി രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച നിലയിൽ. തൃശൂർ എടമുട്ടം സ്വദേശിനി 30-കാരി ജ്യോതിയെയും കുഞ്ഞിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ നഗരത്തിൽ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച നിലയിൽ. തൃശൂർ എടമുട്ടം സ്വദേശിനി 30-കാരി ജ്യോതിയെയും കുഞ്ഞിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 27-ന് ഉച്ചയ്ക്ക് 2:30-യോടെയാണ് യുവതി ലോഡ്ജിൽ മുറിയെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ സുഹൃത്തായ ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംയുക്ത സംഘമാണ് ലോഡ്ജിലെ മുറി തുറന്ന് പരിശോധന നടത്തിയത്. തുടർന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. യുവതി ലോഡ്ജിൽ മുറിയെടുക്കാനുണ്ടായ സാഹചര്യവും മരണകാരണവും ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ചേലക്കരയിൽ ബസ് സ്റ്റോപ്പിലേക്ക് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ചുകയറി അപകടം. 5 പേർക്ക് പരിക്കേറ്റു. ചേലക്കരയിൽ ബസ് സ്റ്റോപ്പിലേക്ക് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ചുകയറി അപകടം. 5 പേർക്ക് പരിക്കേറ്റു. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിൽ കായാമ്പൂവത്താണ് ബസ് അപകടം. പഴയന്നൂർ ഭാഗത്തു നിന്നും ചേലക്കര ഭാഗത്തേക്ക് നിറയെ യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറിയത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം തകർന്ന നിലയിലാണ്. അപകട കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. നോവായി നവോമി. വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് അവയവങ്ങൾ ദാനം ചെയ്ത് വിടവാങ്ങുന്ന 23-കാരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണീരോടെ നാടൊന്നാകെ വടക്കാഞ്ചേരി പുല്ലാനിക്കാടുള്ള വസതിയിലേക്ക് ഒഴുകിയെത്തി. നോവായി നവോമി. വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് അവയവങ്ങൾ ദാനം ചെയ്ത് വിടവാങ്ങുന്ന 23-കാരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണീരോടെ നാടൊന്നാകെ വടക്കാഞ്ചേരി പുല്ലാനിക്കാടുള്ള വസതിയിലേക്ക് ഒഴുകിയെത്തി. സ്നേഹിതർ, ബന്ധുക്കൾ, നാട്ടുകാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ നവോമിയുടെ വസതിയിലെത്തി. വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശിനി വാണിയം കിഴക്കേൽ വിൻസെന്റ് ജിപ്സി ദമ്പതികളുടെ മകൾ നവോമി തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കാൻ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ കൊട്ടാരക്കരയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച നവോമിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം, കണ്ണുകൾ, വൃക്കകൾ, കരൾ, പാൻക്രിയാസ്, ബ്ലഡ് വെസൽസ് എന്നിവയടക്കം എല്ലാ ആന്തരിക അവയവങ്ങളും ദാനം ചെയ്യുന്നതിന് ബന്ധുക്കൾ സമ്മതപത്രം നൽകിയിരുന്നു. മാതാവ് ജിപ്സി, സഹോദരൻ ജോയൽ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. നവോമിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടൊന്നാകെ വടക്കാഞ്ചേരിയിലെ വസതിയിലേക്ക് ഒഴുകിയെത്തി. വടക്കാഞ്ചേരി ഫൊറോനാപ്പള്ളി സെമിത്തേരിയിലാണ് യുവതിയുടെ സംസ്കാരം. കൂടപ്പുഴ തടയണയ്ക്ക് സമീപം പുഴയിൽ ഒഴുകിപ്പോയ ആളെ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. 58 വയസ്സുള്ള മേലൂർ സ്വദേശിനി വെള്ളച്ചേരി വീട്ടിൽ ഗിരിജനാണ് അപകടത്തിൽപ്പെട്ടത്. കൂടപ്പുഴ തടയണയ്ക്ക് സമീപം പുഴയിലൊഴുകിപ്പോയ ആളെ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. കൂടപ്പുഴ ഭാഗത്തു നിന്ന് മേലൂർ ഭാഗത്തേക്ക് തടയണയിലൂടെ നടന്നുപോയ 58 വയസ്സുള്ള മേലൂർ സ്വദേശി വെള്ളാച്ചേരി വീട്ടിൽ ഗിരിജനാണ് അപകടത്തിൽപ്പെട്ടത്. നിലവിളി ശബ്ദം കേട്ട് കൂടപ്പുഴ അമ്പലത്തിലെ പൂജാരി പ്രദീപ് ശർമ്മ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ചാലക്കുടി ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ ജ്യോതിയുടെയും നേതൃത്വത്തിൽ കൂടപ്പുഴ തടയണയിലെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ആശുപത്രിയിലെത്തിച്ച് ചികിത്സയും ഉറപ്പാക്കി. വിപണി കൈയടക്കി റംബൂട്ടാൻ. വിലയിടിവിൽ വലഞ്ഞ് കച്ചവടക്കാർ. പഴങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റംബൂട്ടാന് ആവശ്യക്കാരേറെയാണ്. വിപണി കൈയടക്കി റംബൂട്ടാൻ. വിലയിടിവിൽ വലഞ്ഞ കച്ചവടക്കാർ. പഴങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റംബൂട്ടാന് ആവശ്യക്കാർ ഏറെയാണ്. തൃശൂർ ജില്ലയിലെ നഗരവീഥികളിൽ വിൽപ്പനയും തകൃതിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തനെയുണ്ടായ വിലയിടിവ് കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്.
സീസൺ കാലയളവിൽ വിപണിയിലെത്തുന്ന പഴവർഗ്ഗത്തിന് ജൂൺ പകുതിയോടെ 200 രൂപയ്ക്ക് മുകളിലായിരുന്നു വില. മഴ കനത്തതോടെ റംബൂട്ടാൻ കായകൾ കൂട്ടത്തോടെ പഴുത്തു തുടങ്ങിയത് വിലയിടിവിന് കാരണമായതായി കച്ചവടക്കാർ പറയുന്നു. ഇപ്പോൾ 160 മുതൽ 120 വരെ വില താഴ്ന്നതായും തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ കച്ചവടം നടത്തുന്ന കൊല്ലം പുനലൂർ സ്വദേശി 58-കാരൻ റാഫി പറയുന്നു. സഹോദരൻ 38-കാരൻ സുമിത്തിനൊപ്പമാണ് കച്ചവടം. പത്തനംതിട്ട, തൃശൂർ ജില്ലകളിലെ റംബൂട്ടാൻ തോട്ടങ്ങൾ മൊത്തമായി വിലക്കെടുത്ത വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. വിളവെടുക്കുന്ന തോട്ടങ്ങളിലും വിപണന കേന്ദ്രങ്ങളിലുമായി 25ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകി വരുന്നുമുണ്ട്. വലിയ വില കെട്ടിയാണ് തോട്ടങ്ങൾ വിലക്കെടുക്കുന്നത്. വിപണി ഇടിഞ്ഞതോടെ വലിയ ആശങ്കയിലാണെന്നും ഈ കച്ചവടക്കാർ പറയുന്നു. എങ്കിലും മധുരവും ഗുണമേന്മയുമേറിയ പഴത്തിനായി വിപണന കേന്ദ്രങ്ങളിൽ ആവശ്യക്കാർ ധാരാളം എത്തുന്നു എന്നത് ഇവർക്ക് ചെറിയ ആശ്വാസവുമാണ്. ന്യൂസ് ഡെസ്ക് തനിനിറം. പെട്ടെന്നുണ്ടായ മഴയിലാണ് ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാരെ ബാധിക്കുന്നത്. ഇത് 27 കുടുംബങ്ങളുണ്ട്. കുടുംബങ്ങൾ ഇത് വെച്ചാണ് ഉപജീവന മാർഗം. ഇപ്പം ഒരു കടബാധ്യത നേരിടേണ്ട അവസ്ഥയിലായി. മുൻവിധികളെയും പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അട്ടിമറിക്ക് 2026 ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വിശേഷങ്ങളുമായി കാണാം തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. മുൻവിധികളെയും പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അട്ടിമറിക്ക് 2026 ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കിരീടം നേടാൻ വന്ന വമ്പന്മാർ ഇതാ നിലം പൊത്തിയിരിക്കുന്നു. ജർമ്മൻ കോട്ടയെ തകർത്തെറിഞ്ഞ് പരാഗ്വെ പുതിയ ചരിത്രമെഴുതുമ്പോൾ ഫുട്ബോൾ ലോകം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയിരിക്കുന്നു. ലോകകപ്പിലെ 19ാം ദിനം പിറന്നത് ഒരു വൻ ദുരന്തത്തിലേക്കായിരുന്നു. തീർച്ചയായും അത് ജർമ്മനിക്ക്. അസാധ്യമായ പ്രതിരോധ കരുത്തുമായി പരാഗ്വെ കോച്ച് ഗുസ്താവോ അൽഫാരോ മെനഞ്ഞ തന്ത്രങ്ങളാണ് ഈ ചരിത്ര വിജയത്തിന് അടിത്തറയിട്ടത്. ഗോൾ വലയ്ക്ക് മുന്നിൽ പരാഗ്വേയുടെ കാവൽ മാലാകയായി മാറിയ ഗോൾ കീപ്പർ ഗില്ലിന്റെ അതിമാനുഷിക പ്രകടനത്തിന് മുന്നിൽ ജർമ്മൻ പടയുടെ എല്ലാ അസ്ത്രങ്ങളും നിഷ്പ്രഭമായി. ഈ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ 4 വട്ടം ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും 1-1 നിലയിൽ പരാഗ്വെ പൂട്ടിയിട്ടു. ഒടുവിൽ ആവേശം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടപ്പോൾ കളി മാറി. സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ പൊരുതിയ പരാഗ്വെ ജർമ്മനിയെ ഷൂട്ടൌട്ടിൽ തകർത്ത് വിട്ടുകൊണ്ട് ലോകകപ്പിൽ നിന്ന് പുറത്താക്കി. വമ്പന്മാർക്ക് പരാഗ്വെ നൽകിയ ഈ ഫുട്ബോൾ പാഠം ലോകം പതിറ്റാണ്ടുകളോളം ഓർക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടങ്ങിയ നാടകീയതകൾ നോക്കൌട്ടിലും തുടരുകയാണ്. പ്രവചനാതീതമായ ഈ ലോകകപ്പിൽ ഇനി ആര് വേണമെങ്കിലും ആരെയും വീഴ്ത്താമെന്ന അവസ്ഥയാണിപ്പോൾ. ഫുട്ബോളിൽ ഒന്നും അസാധ്യമല്ലെന്ന് പരാഗ്വെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വമ്പന്മാരുടെ അഹങ്കാരം തകർത്ത് മുന്നേറുന്ന ഈ പുതിയ വീര്യവുമായി പരാഗ്വെ ഇനി എത്ര ദൂരം പോകും? നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ഡെസ്ക് തനിനിറം. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.